കോഴിക്കോട് കോട്ടൂളിയിൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മർക്കസ് സ്കൂൾ നികത്തിയ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഉത്തരവിട്ട ജില്ലാ ഭരണകൂടത്തോട് നിസ്സഹകരണം തുടർന്ന മർക്കസ് തണ്ണീർത്തടം നികത്തലിന് പിന്നിൽ ആസൂത്രിത നീക്കമെന്നും ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. കോഴിക്കോടിന്റെ ജലഅറ എന്നറിയപ്പെടുന്ന സരോവരം ബയോ പാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂമാഫിയുടെ നേതൃത്വത്തിൽ ഈ സരോവരം ബയോ പാർക്കിന്റെ പല പ്രദേശങ്ങളും കയ്യേറ്റം നടത്തിക്കഴിഞ്ഞു. ഈ കയ്യേറ്റത്തിന് പിന്നിൽ പ്രദേശത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററും മർക്കസ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മർക്കസ് കോളേജുമാണെന്ന ഗുരുതരാരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വാഴത്തുരുത്ത്, പാലാട്ട് ഭാഗം, കിഴക്കൻ തുരുത്ത് എന്നീ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 250 ഏക്കർ ഭൂമി ഉൾപ്പെടുന്നതാണ് കോട്ടൂളി തണ്ണീർത്തടം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ തണ്ണീർത്തടത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. തണ്ണീർത്തടത്തിനോട് ചേർന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള മർക്കസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അനധികൃതമായി തണ്ണീർത്തടം നികത്തിയാണ് മർക്കസ് സ്കൂൾ പണിതതെന്ന ആരോപണവും ശക്തമാണ്. സ്കൂൾ അധികൃതർ നികത്തിയ 25 സെന്റോളം തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ കളക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാനോ കൃത്യമായി മറുപടി കൊടുക്കാനോ മർക്കസ് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. തികഞ്ഞ അലംഭാവമാണ് മർക്കസ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സരോവരത്ത് അനധികൃതമായിട്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നത് എന്ന് കോഴിക്കോട്ട് നഗരത്തിൽ വസിക്കുന്ന എല്ലാവർക്കും അറിയാം. ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകർത്താക്കൾക്കും മാത്രമല്ല, നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഭരണകർത്താക്കൾ കാണിക്കുന്നത്. ഈ കാലിക്കറ്റ് ട്രേഡ് സെന്റർ പണിതിട്ടുള്ളത് തണ്ണീർത്തടത്തിലാണോ? അവരുടെ പാർക്കിംഗ് തണ്ണീർത്തടത്തിലാണോ? ആ അനധികൃതമായ കെട്ടിടമാണെങ്കിൽ അത് പൊളിച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള എന്ത് നടപടിയാണ് കോർപ്പറേഷൻ നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള കോട്ടൂളി തണ്ണീർത്തടത്തെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് കയ്യേറ്റ ശ്രമം വ്യാപകമായത്. ഈ മേഖലയിൽ നിന്നും 3 ആഴ്ചക്കിടെ 3 മണ്ണുമാന്തിയും 1 പിക്കപ്പ് വാനുമാണ് റവന്യൂ വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. മാത്രമല്ല, പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടക്കം നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർത്തടം നികത്തിയാണ് എന്ന പരാതിയാണ് ഉയരുന്നത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടുന്നത് എന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കയ്യേറ്റത്തിനെതിരെ നാട്ടുകാരുടെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായപ്പോഴാണ് വിഷയത്തിൽ കോർപ്പറേഷനും കളക്ടറും ഏറെ വൈകിയാണെങ്കിലും ഇടപെട്ടത്. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ജനം, കോഴിക്കോട്.